കന്യാകുമാരിയിൽ വ്യാജമദ്യവുമായി 4 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 250 ലിറ്ററോളം വ്യാജമദ്യം പിടിച്ചെടുത്തു. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കിയിരുന്നു. ഈ പരിശോധനയിലാണ് ഈ കന്യാകുമാരി ജില്ലയിൽ നിന്ന് വിഷമദ്യവുമായി അല്ലെങ്കിൽ വ്യാജമദ്യവുമായി 4 പേർ അറസ്റ്റിലായിരിക്കുന്നത്. കോതയാർ സ്വദേശികളായ അർജുനൻ, സജി, തിരുവട്ടാർ സ്വദേശി രാജേഷ് ജസ്റ്റിൻ എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. കന്യാകുമാരി ജില്ലാ എക്സൈസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് ഈ 4 പേരുടെ വീടുകളിൽ നിന്നും പുരയിടങ്ങളിൽ നിന്നും വ്യാജമദ്യം പിടിച്ചെടുത്തത്. ഇവരുടെ പക്കൽ നിന്ന് 250 ലിറ്ററിലധികം മദ്യം പിടിച്ചെടുത്തു എന്നതാണ് തമിഴ്നാട് എക്സൈസ് അറിയിക്കുന്ന കാര്യം. വീടിന് സമീപത്തെ പുരയിടത്തിലും ഒപ്പം വീട്ടിനുള്ളിലെ മുറിയിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യം ഉണ്ടായിരുന്നത്. അവിടെ ചില്ലറ വിൽപ്പന നടത്താനാണ് ഈ മേഖലയിൽ മദ്യം എത്തിച്ചത് എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം. ഇവരെ ഇതിനോടകം തന്നെ നാഗർകോവിൽ പത്മനാഭപുരം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന ശക്തമാക്കിയിരുന്നു. ഈ കന്യാകുമാരി ജില്ലയിലും ഒപ്പം സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരത്തിന്റെ അതിർത്തി മേഖലകളിലും ഇപ്പോഴും ശക്തമായൊരു പരിശോധന ഈ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട നടക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുവെന്നതാണ് തമിഴ്നാട് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം. ഈ വ്യാജമദ്യം പിടിച്ചെടുത്ത അതേ മേഖലയിൽ തന്നെ ഇപ്പോഴും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇവർ എവിടെ നിന്നാണ് ഈ മദ്യം എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന കാര്യം. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും ശക്തമായൊരു നടപടി സ്വീകരിക്കുമെന്നതാണ് തമിഴ്നാട് എക്സൈസ് അറിയിക്കുന്നത്. വേണു, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.